യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാതോലിക്കയായി അഭിഷിക്തനായ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ വിശ്വാസികൾ നൽകുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ആൻമരിയ സണ്ണി ചേരുന്നുണ്ട് വിമാനത്താവളത്തിൽ നിന്ന്. ആൻമരിയ, വിവരങ്ങൾ. ഉന്മേഷ്, അങ്ങനെ യാക്കോബായ സഭയ്ക്ക് അവരുടെ പുതിയ ഇടയൻ, ആ പുതിയ ഇടയൻ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ആ ഒരു വലിയ സ്വീകരണമാണ് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. എത്രയധികം ആവേശമാണ് അവർക്ക് യാക്കോബായ സഭയുടെ പുതിയ ഇടയനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് എന്നുള്ളതിന് ഏറ്റവും വലിയ വിശ്വാസികൾ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകുന്നത്. ഇനിയും സ്ഥാനാരോഹണ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അത് പുത്തൻകുരിശ് വെച്ചാണ് നടക്കുക. അവിടെ സഭ ആസ്ഥാനത്തെ കത്തീഡ്രൽ പള്ളിയിൽ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കും. ഉച്ചകഴിഞ്ഞ് 3:30-ക്കാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആൻമരിയ സണ്ണി തുടരുന്നുണ്ട്. ആൻമരിയ, പറയൂ. ിലേക്ക് കടക്കും, സ്ഥാനം ഏറ്റെടുക്കുക എന്നതടക്കമുള്ള സ്ഥാനാരോഹണം അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കും. അതിനുശേഷം ബാബയുടെ നേതൃത്വത്തിൽ ഉള്ള പരിശുദ്ധ കുർബാനയോടും അതിനുശേഷമായിരിക്കും പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനത്തിൽ എത്തിയിരിക്കുന്നതും വലിയ തരത്തിലുള്ള ജനങ്ങളാണ് പൊതുസമ്മേളനത്തിനും എത്തുന്നത്. ഇതിനോടകം തന്നെ പാത്രിയാർക്കീയ സെന്ററിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. അവരുടെ പുതിയ ഇടയനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് യാക്കോബായ സഭ ഒന്നടങ്കം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന് തെളിവ് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇതിനകം തന്നെ വലിയ തരത്തിലുള്ള വാഹന അകമ്പടിയോട് കൂടി നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടി ആൻമരിയ, ശബ്ദം അത് വ്യക്തമാകുന്നില്ല. ആൻമരിയ, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, ശബ്ദം വ്യക്തമാക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയാണ്. അദ്ദേഹം അവിടെ അഭിവാദ്യം ചെയ്യുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം പുത്തൻകുരിശിൽ എത്തിച്ചേരും. അവിടെ സഭാ ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിലാണ്. അവിടെയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്.